ഒരു വ്യക്തി ബലപ്പെടുന്നത് അവൻ്റെ ശരീരാത്മദേഹികൾ ബലപ്പെടുമ്പോഴാണ്. എന്നാൽ യഥാർത്ഥമായ ബലം പ്രാപിക്കണമെങ്കിൽ മനോബലം, ശാരീരിക ബലം, ആത്മബലം എന്നിവ വേണം. യേശുവിനെ അനുഭവിച്ചറിഞ്ഞവർ ഈ മൂന്ന് ബലവും അനുഭവിക്കുന്നവരാണ്. യഹോവയുടെ വാഗ്ദത്തം ശ്രദ്ധിക്കൂ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെഖര്യാവ് 4:6-7 പർവ്വതങ്ങൾ പോലെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ ദൈവകൃപ സമഭൂമിയാക്കി തീർക്കും. നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ്, ഉന്നതനാണ്. എന്നാൽ മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നവനും ആണ്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57:15 ദൈവ സാന്നിധ്യം ജീവിതത്തിൽ ബലവും ഉറപ്പും നൽകും. അതുകൊണ്ട് വലിയ ശുശ്രൂഷകൾക്ക് ഇറങ്ങുന്നതിന് മുൻപേ മോശ ഇങ്ങനെ പറഞ്ഞു: തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്ന്. പുറപ്പാട് 33:15 യഹോവയിൽ ബലം വയ്ക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദൈവം എല്ലാ തരത്തിലും അവന് ബലം നൽകുന്നു. അതിനാൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. 16 സങ്കീർത്തനം 8-9 ഇടയച്ചെറുക്കനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത് അവൻ ചെന്നിടത്തൊക്കെയും ബലം പ്രാപിച്ച് ജയമെടുത്തത് യഹോവ അവൻ്റെ ബലമായതുകൊണ്ട് മാത്രമാണ്. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയം ആകുന്നു. എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോട് ഞാൻ അവനെ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 28:7 യഹോവയിൽ ആശ്രയിക്കുമ്പോൾ ബലം ലഭിക്കുന്നു. അവരുടെ ഹൃദയം ഉല്ലസിക്കുന്നു, അവരുടെ ഹൃദയം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നു. ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. 84 സങ്കീർത്തനം 5 സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലും ബലഹീനരും വിലയില്ലാത്തവരുമായി തള്ളപ്പെടുന്ന അവസ്ഥയിലും ധൈര്യപ്പെടുത്തുന്ന വാഗ്ദത്തം അത്രേ അത്. ബലം ദൈവത്തിലുള്ള വ്യക്തിയുടെ ജീവിതത്തിലും കണ്ണുനീർ താഴ്വരകൾ ഉണ്ട്. എന്നാൽ അതിലൂടെ കടക്കുമ്പോൾ ആ താഴ്വര ജലാശയമായി, നീരുറവുകളുടെ താഴ്വരയായി മാറ്റപ്പെടുന്നു. അത് അനേകർക്ക് പ്രയോജനപ്പെടുന്നു. കഷ്ടങ്ങളില്ല എന്നല്ല, എന്നാൽ പിടിച്ചു കുലുക്കുന്ന കഠിന ശോധനയുടെ നടുവിലും ഭയമില്ലാതെ ഇരിക്കാനും സഹായം തരുന്ന ഒരു തുണയും ബലവുമായി ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അവിടുന്ന് നമ്മുടെ ബലവും സങ്കേതവും ആകുമ്പോഴാണ്. അതിനാൽ പ്രത്യാശയോട് നമുക്കും പറയാം: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും,
നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. 46 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com